വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് ഭ്രാന്ത് സഹിക്കാൻ പറ്റുന്നില്ല. ஸோ அதனால் கொஞ்சம் லெஃப்ட் டிவியேட் பண்ணி கொஞ்சம் டுவர்ட்ஸ் பெங்களூர் போயிட்டு போகிற மாதிரி தான் இருக்கும்னு எக்ஸ்பெக்ட் பண்ணுறேன். സോ ഗൈസ്, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ യാത്രയല്ല, നമ്മൾ ചെന്നൈയിലോട്ടാണ് പോകുന്നത്. നമ്മൾ കുറച്ച് നാളായിട്ട് വീട്ടിൽ ഈച്ചയടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെന്നൈ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാത്രേ ഉള്ളൂ. സോ എന്തായാലും പോയി നോക്കാം. ഫ്ലൈറ്റ് ടൈം വന്നിട്ട് 10:45 ഫ്ലൈറ്റ്. ഇപ്പോൾ വന്നിട്ട് 9 മണിയായി. കുറച്ച് നേരം പോസ്റ്റ് അടിക്കാം. ആ കഫേച്ചീനോയിലെ അതിനകത്തിരിക്കുന്ന സാധനങ്ങളുടെ വില ഒന്ന് ജസ്റ്റ് നോക്കിക്കോണേ. ഏറ്റവും വില കുറഞ്ഞ സാധനം ഇപ്പോൾ കുക്കിയൊക്കെ ഇരിക്കണതിൻ്റെ വില നോക്കിക്കോണേ. അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് ഭ്രാന്ത്. 370 രൂപയുടെ ബർഗർ നമുക്ക് എത്ര രൂപ കിട്ടും? 120 രൂപയ്ക്ക്. പിന്നെ ഒരു കുക്കി 130 രൂപ. ഭ്രാന്തായിരിക്കും കഴിക്കാൻ. ഞാൻ പട്ടിണി ഇടുന്നാൽ ഇതൊന്നും വാങ്ങി കഴിയില്ല. കോഫിക്ക് എത്രയായിരിക്കും റേറ്റ്? എന്ത് കോഫിക്ക് എത്രയായിരിക്കും റേറ്റ്? ചോദിച്ചു നോക്ക്. ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക. സാൻഡ്വിച്ച് ആകുമ്പോൾ കുഴപ്പമില്ല. 2 സാൻഡ്വിച്ച് പറയാം. അല്ല, നീതിയേട്ടൻ പറഞ്ഞു അവിടെ പോയിട്ട് ഞാൻ കോഫി വേണമെന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ ബോട്ടിൽ കോഫി ഉണ്ട്. റേറ്റ് നോക്കിയപ്പോൾ 300 സംതിങ്, 400 സംതിങ്. ആ റേറ്റിന് നമുക്ക് ഇട്ടപ്പോൾ നീ നാണം കെടുത്തിരുന്നില്ല. എന്തെങ്കിലും വാങ്ങിക്കും. എനിക്ക് നാണമൊന്നുമില്ല. പൈസ പോകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നിധിയായിട്ടുണ്ടാകണ പൈസ ഉണ്ടെങ്കിൽ യുവർ മണി ഈസ് മൈ മണി ആൻഡ് മൈ മണി ഈസ് മൈ മണി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഒരു മമ്മി പപ്സ് കഴിക്കുന്നുണ്ട്. പപ്സ് അല്ലേ, സമൂസ 250 രൂപ. അത് വാങ്ങും. ആ അപ്പം അത് ഓ ചെന്ന് പോയി പറ. ചെല് 250. ഇത് വെജിറ്റബിൾ ചീസ് ബർഗർ 370. ചിക്കൻ വരുമ്പോൾ 400 സംതിങ് വരും. ഞാൻ നേരത്തെ കുറച്ച് പട്ടിഷോയിലും അർത്താനോ പോകുന്നു. എന്നാലും സമോസ വേണോ കട്ട്ലേറ്റ് വേണോ? കട്ട്ലേറ്റ് ഇവിടെ ഒരെണ്ണം 290 രൂപ. ഭ്രാന്താണ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് തൊണ്ടേന്ന് ഇറങ്ങണമെങ്കിൽ വെള്ളം വേണ്ടി. ആ ശരി പുണ്ണ 250 രൂപ. എത്ര പോയതാണ്? 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഇത് ചൂടാക്കി തന്നുകൊണ്ട് പിന്നെ ആയില്ലേ. ഇപ്പം നോർത്ത് ഇന്ത്യൻ മസാല നിങ്ങൾ വിചാരിക്കണല്ലേ എയർപോർട്ടിൽ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറ്റില്ല ഇത്ര റേറ്റ് കൊടുത്തോരൊന്നും വാങ്ങിക്കാനായിട്ട്. ഡൽഹിയിൽ പോയി എന്തെല്ലാം കിട്ടും ഈ പൈസക്ക്? 250 രൂപ ഉണ്ടെങ്കിൽ എന്തെല്ലാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാവരും ശരിക്കും ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളായി ചെന്നൈയിലോട്ട് പോകുന്നത്. அப்டேட் இருக்கான்னு பார்த்துக்கோங்க. சம்டைம்ஸ் அந்த எனக்கு அப்டேட்டே ஆகலை. அது கொஞ்ச நேரம் ஐயப்பன் கோயிலிருந்து கொஞ்சம் தொலைவு போகணும். വീട്ടിലെ നമ്മുടെ ഫ്ലൈറ്റ് സൈഡിലുണ്ട്. കുഴപ്പമില്ല, തിരക്കേടില്ല. തളായിട്ടില്ല. വാ
ഓക്കെ പിടിച്ചോ. ഓരോ സാധനങ്ങളായിട്ട് കയറ്റണം. அந்த ரூட்டில் ஃபுல்லாக வெதர் இருக்குது. ஸோ இப்போ போகிறது வழியிலையும் அதே வெதர் தான் எக்ஸ்பெக்ட் பண்ணுறோம். ஸோ அதனால் கொஞ்சம் லெஃப்ட் டிவியேட் பண்ணி கொஞ்சம் டுவர்ட்ஸ் பெங்களூர் போயிட்டு போகிற மாதிரி தான் இருக்கும்னு எக்ஸ்பெக்ட் பண்ணுறேன். ஸோ ஃப்ளைங் டைம் கொஞ்சம் கூட எக்ஸ்ட்ரா ஆகலாம். ஏதாவது இன்ஃபர்மேஷன் இருந்தால் கீப் யூ போஸ்டட். ஒரு 37,000 அடியில் ஃப்ளை பண்ணலான்னு இருக்கோம். இவ்வளோதான் இன்ஃபர்மேஷன் எங்கள்கிட்ட இருக்குது. ஐ கீப் யூ പോസ്റ്റഡ്. പോണ വഴിയിൽ ചെറിയ രീതിയിൽ സ്റ്റോമും ടർബുലൻസും ഉണ്ട് എന്നുണ്ട്. ഒരാളടുത്ത് ഞാൻ പറഞ്ഞ വഴിയിൽ പറഞ്ഞ ടർബുലൻസ് ഒന്നും കാണില്ല. ചെറിയ ടർബുലൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു എൻറോട്ട് ചെയ്ത് പോകും. മറ്റേത് ബാംഗ്ലൂർ സൈഡിൽ കറങ്ങി ആണ് ചെന്നൈ പോകുന്നത്. കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ചിലപ്പോഴാണ് ഇരിക്കും ടർബുലൻസ്. ഞങ്ങൾ പേരിൽ ആയിരിക്കാനേ നോക്കൂ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. ഇനി ബെൽറ്റ് അന്വേഷിക്കാം. ബെൽറ്റ് നമ്പർ എത്ര? 1 1 2 അങ്ങാണ്ടാണ്. ബെൽറ്റിൽ അവിടെ പോയി ലഗേജ് എടുക്കുക. അവിടെ നിന്ന് നേരെ വെളിയിൽ പോവുക. ടാക്സി കിട്ടുമെങ്കിൽ ടാക്സി നോക്കുക. നേരെ പോകുന്നത് തേയിലംപെട്ട് നമ്മുടെ ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ റൂമിലോട്ടാണ് പോകുന്നത്. നല്ല ടയേർഡായിട്ടുണ്ട്. ഭയങ്കര ക്ഷീണം. ഇന്നലെ നേരെ ഉറങ്ങിയില്ല. ഭയങ്കര ടയേർഡാണ്. അതെ അതെ. ഫ്രണ്ടിൽ ഹയാത്താണ്. നമ്മൾ നമ്മുടെ റൂമിലെത്തി. ഒന്നുമില്ല, ഒന്നുമില്ല, ഉറങ്ങണം. വയ്യ, ഒട്ടും വയ്യ. ഭയങ്കര ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും വലിയ ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേറെ പരിപാടികളുള്ളത്. ഇതാണ് റൂം. തരക്കേടില്ല, സാധാരണ റൂമാണ്. 2 കൺട്രീസ് സിനിമയിൽ വലിയൊരു ബാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് കേസിന്റെ ഷാപ്പിൽ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹയാത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഇത് തൊട്ട് ഓപ്പോസിറ്റ് ഹയാത്ത് ആണ് കേട്ടോ. അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഈ ചക്കട ഹോട്ടലിലോട്ട് വിളിച്ചിട്ടുണ്ട്. നാളെ ഹയാത്തിലോട്ട് മാറാം. ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, നോ പ്രോബ്ലം. അപ്പോൾ ശരിയാണ്, ബൈ.